സജോ, ഇപ്പോൾ ആ അകത്തെ ദൃശ്യങ്ങൾ കൂടി നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ ഉള്ളിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കളക്ടറോട് ആ മേഖലയിലെ പ്രതിസന്ധി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ അതിനുള്ളിൽ നടക്കുന്ന ചർച്ചയുടെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇത് ചെയ്യാതെ സമ്മതിക്കില്ല, രേഖാമൂലം എനിക്ക് തരണം, അല്ല ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുവന്നേ. സജോ, അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ എന്നവർ കളക്ടറെ അറിയിക്കുന്നുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അവർ പറയുന്നത്. സജോ, വിദ്യാഭ്യാസം വലിയ തോതിലുള്ള പ്രതിഷേധം പുറത്തു നടക്കുന്നു. അകത്ത് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക സംഘടന അല്ലെങ്കിൽ കർഷകർ, അങ്ങനെ വിവിധ ആളുകൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികളുമായൊക്കെയുള്ള ചർച്ചയാണ്. അതായത് ഇവിടെ പ്രതിഷേധിക്കുന്ന നാട്ടുകാരിൽ ഒരു വിഭാഗം ആളുകളുടെ പ്രതിനിധികളെയാണ് കളക്ടർ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ച അകത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം നിലവിൽ ഈ ആളെ കൊല്ലി ആനയെ മയക്കുമരുന്ന് വെച്ച് പിടികൂടിയും തിരിച്ചയക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊന്ന് നഷ്ടപരിഹാരമാണ്. പക്ഷേ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് പ്രാഥമികമായി നൽകാൻ കഴിയുക 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ്. പിന്നീട് ഒരു 5 ലക്ഷം, അങ്ങനെ 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കഴിയും. പക്ഷേ ആളുകളുടെ ഭാഗത്ത് സർക്കാർ മുൻകൈയെടുത്ത് ഇത് വലിയ തോതിലുള്ള ആ തുക അത്രയും ചെറിയ തുക പോരാ എന്നതാണ്. അങ്ങനെ ആ നഷ്ടപരിഹാരം വേണമെങ്കിൽ അടിയന്തരമായി നൽകാൻ കഴിയുന്നത് 5 ലക്ഷമാണ്. അതിൽ കൂടുതൽ തുക ഒരുപക്ഷെ നൽകാൻ കഴിയില്ല. പക്ഷേ ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇത്ര വലിയൊരു തുക തന്നെ നഷ്ടപരിഹാരമായി നൽകാൻ കഴിയണം എന്നതാണ്. ഒപ്പം നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു അസാധാരണമായ പ്രതിഷേധമാണ്. ഇതിനു മുമ്പ് ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള അസാധാരണമായ ഒരു പ്രതിഷേധമാണ്. അപ്രതീക്ഷിതമായി ഈ ജനങ്ങൾ, വിവിധ ആളുകളുടെ, മിക്കവാറും സാമൂഹിക സംഘടനകളുടെയും ഒക്കെ പിന്തുണ ഈ പ്രതിഷേധക്കാർക്ക് ഇവിടെ തമ്പടിച്ചിട്ടുള്ള നാട്ടുകാർക്ക് ഉണ്ട് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. പോലീസ് ഈ ഗേറ്റ് അകത്ത് നിന്നും ഈ ഗ്രില്ലിന് ഒരു ബന്ദോബസ്ത് തീർത്തുകൊണ്ട് അകത്ത് നിൽക്കുകയാണ്. ഇപ്പോഴും നാട്ടുകാർ പുറത്ത് അവരുടെ പ്രതിഷേധം പല രൂപത്തിൽ വൈകാരികമായ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വൈകാരികമായ പ്രതിഷേധമാണ്. ഒപ്പം അവർ ചില ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയും കൂടിയാലോചനകളും ഒക്കെ ഇവരുടെ തന്നെ പ്രതിനിധികൾ അകത്തുണ്ട്. അത് വിവിധ സംഘടനാ പ്രതിനിധികളുണ്ട്, നാട്ടുകാരുടെ പ്രതിനിധികളുണ്ട്, സാമൂഹിക സംഘടനകളുടെയും പ്രതിനിധികളുണ്ട്, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളും ഒക്കെയുണ്ട്. അവരുമായി കളക്ടർ ആശയവിനിമയം നടത്തുന്നു. കളക്ടർ തലത്തിൽ നടത്താൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയാണ് അകത്ത് ചർച്ച പുരോഗമിക്കുന്നത്. അതേസമയം ആളുകൾ പറയുന്നത് പ്രധാനമായും അടിയന്തരമായും ചെയ്യേണ്ടതൊരു കാര്യമുണ്ട്. ഒപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചൊരു ഉറപ്പ് വേണം. അതൊക്കെ ലഭ്യമാകണം. അത് കളക്ടർ സർക്കാർ തലത്തിലൊക്കെ കൂടിയാലോചനകൾ നടത്തി വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായാലും അസാധാരണമായ ഒരു പ്രതിഷേധത്തിന് മാനന്തവാടി സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ആളുകൾ വലിയ തോതിൽ സംഘടിച്ച് എത്തിയിരിക്കുന്നു. വിവിധ സംഘടനകളൊക്കെ അവരെ പിന്തുണയ്ക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെയോ ബാനർ ഇല്ലാതെ നാട്ടുകാർ സംഘടിച്ച് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. അവർ അത് വൈകാരികമായി തന്നെ പ്രകടിപ്പിക്കുന്നു. അതാണ് നേരത്തെ ഗ്രില്ലിന്റെ ഭാഗത്തെത്തിയപ്പോൾ മാത്രമാണ് പോലീസ് അത് വലിയ പ്രതിഷേധം അകത്തേക്ക്, വലിയ നാട്ടുകാരുടെ വലിയൊരു സംഘം അകത്തേക്ക് പ്രവേശിച്ചു എന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രതിഷേധമായി രൂപം പ്രാപിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. നേരത്തെ അത് നഗരമധ്യത്തിലായിരുന്നെങ്കിൽ സബ് കളക്ടർ കോമ്പൗണ്ടിലേക്ക്, ഓഫീസ് കോമ്പൗണ്ടിലേക്ക് അത് പ്രവേശിക്കും എന്നൊരിക്കലും പോലീസ് കണക്കുകൂട്ടിയിരുന്നില്ല. കാരണം കളക്ടർ ഇവിടെയുണ്ട്, ചർച്ച നടത്തുന്നു എന്നതൊക്കെ തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയുമാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഗേറ്റിൽ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. അവർ വലിയ തോതിൽ ആളുകളുടെ കൂട്ടമുണ്ടായിരുന്നവർ തള്ളിക്കയറി അകത്തേക്ക് വന്നു. കോമ്പൗണ്ട് മുഴുവൻ വലിയ തോതിൽ ആളുകളുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണ് അവർ ഒരു അസാധാരണമായ പ്രതിഷേധ രൂപം എന്ന നിലയ്ക്കാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് പക്ഷേ അങ്ങനെയൊന്നല്ല. സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമായി ഇതിന്റെ രൂപം മാറുന്നു. അതിന് കാരണമുണ്ട്. അവർ പറയുന്നത് എത്ര പേരുടെ ജീവൻ ഇതിനകം നഷ്ടപ്പെട്ടു, എത്ര രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടായി. അപ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഈ ഉറപ്പുകൾക്കപ്പുറത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇത്തരമിടങ്ങളിലെല്ലാം ഉണ്ടാകുന്നു. ജീവന് സുരക്ഷയില്ല, സ്വത്തിന് സുരക്ഷയില്ല, കാർഷിക വിളകൾക്ക് സംരക്ഷണമില്ല, നഷ്ടപരിഹാരമില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന നടപടിയില്ല, ഇടപെടലുകളില്ല എന്ന വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. എവിടെയാണ് DFO ആളുകളോട് സംസാരിച്ചിട്ടുണ്ടോ, ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ, അടിയന്തരമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, നഷ്ടപരിഹാരം എത്ര രൂപ പ്രഖ്യാപിക്കാൻ കഴിയും, അത് എപ്പോൾ കൊടുക്കാൻ കഴിയും? ശരി സജോ, പ്രതിഷേധം ഇപ്പോൾ അവിടെ ശക്തമായി തന്നെ തുടരുകയാണ്.